ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 16-ാമത്തെ ഞായറാഴ്ച, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. വളരെ ദൈർഘ്യമേറിയ ഒരു സുവിശേഷ ഭാഗമാണിത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചു കേട്ട വിധക്കാരുടെ ഉപമയും അതിന്റെ വിശദീകരണവും ഉൾക്കൊള്ളുന്ന ഒരു ലെങ്തി ആയിട്ടുള്ള സുവിശേഷ ഭാഗത്തിന് സമാനമായ ഒരു സുവിശേഷ ഭാഗം. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, ഇവിടെ 3 ഉപമകൾ ഈശോ പറയുകയും ഒന്നാമത് പറഞ്ഞ ഉപമയുടെ വിശദീകരണം ഈശോ നൽകുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും ദൈർഘ്യമേറിയൊരു ഭാഗം നമുക്ക് ലഭിക്കുന്നത്. ഏതാണ്ട് 36 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ, 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഈശോ പറഞ്ഞ ഉപമയുടെ വിശദീകരണമാണ്. അതിനിടയിൽ 2 കുഞ്ഞു ഉപമകൾ, ഒറ്റവരി ഉപമകൾ കൂടി ഈശോ പറയുന്നുണ്ട് താനും. നമ്മള് ആദ്യം പറഞ്ഞതും വിശദീകരണം നൽകുന്നതുമായിട്ടുള്ള ഉപമ എന്ന് പറയുന്നത് കളകളുടെ ഉപമയാണ്. അതായത് ഇങ്ങനെ വിതക്കാരൻ വിതച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഈ വിതച്ച നല്ല വിത്തുകൾ വിളയായി വളർന്നു തുടങ്ങുന്നതിനിടയ്ക്ക് കളകൾ കൂടി കാണപ്പെടുമ്പോൾ യജമാനോട് അവരെന്ന് പറയുകയാണ്, യജമാനെ നല്ല വിത്തല്ലേ വിതച്ചിട്ട് എനിക്ക് കള എങ്ങനെ വന്നു, നിങ്ങളെ കളകൾ പറിച്ച് കളയട്ടെയോ? അപ്പോൾ യജമാനൻ പറയുന്നുണ്ടല്ല, അത് അവിടെ തന്നെ നിൽക്കട്ടെ, അത് കൊയ്ത്ത് കാലമാകുമ്പോൾ നമുക്ക് അതെല്ലാം ഈ കളകളെല്ലാം ശേഖരിച്ച് അഗ്നിക്കിരയാക്കിയിട്ട് വിളകൾ അറപ്പുറകയിൽ ശേഖരിക്കാം. ഇതിന്റെ വിശദീകരണമാണ്. കൊയ്ത്ത് യുഗാന്ത്യമാണെന്നും കളകൾ മോശം മനുഷ്യരാണെന്നും വിളകൾ നല്ല മനുഷ്യരാണെന്നൊക്കെ ഉള്ളൊരു വിശദീകരണമാണ് പിന്നീട് 36 തൊട്ട് 43 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുന്നത്. നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് മാറ്റി വെച്ചിട്ട് 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിലായിട്ട് പറയുന്ന 2 ഉപമകളൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ഉപമ എന്ന് പറയുന്നത് കടുകുമണിയുടെ ഉപമയാണ്. രണ്ടാമത്തെ ഉപമ പുളിമാവിന്റെ ഉപമയാണ്. സത്യത്തില് ഒറ്റവരി ഉപമ എന്നൊക്കെ പറഞ്ഞു ഈശോ പറഞ്ഞ് ഒരുപാട് കഥകളായിട്ടുള്ള ഉപമകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൂർത്തുപുത്രന്റെ കഥ, നല്ല സമരിയാക്കാരന്റെ കഥ, നല്ല ഇടയന്റെ കഥ, യജമാനനും ഭൃത്യന്റെയും കഥ, വിധവയുടെ കഥ, ഇങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ ഈശോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിങ്ങനെ ഒറ്റ വരിയിൽ വലിയ അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ വളരെ ഷാർപ്പായി വളരെ പ്രിസൈസായി ചില സന്ദേശങ്ങൾ ഈശോ കൈമാറാൻ ശ്രമിക്കുകയാണ്. ഈ 2 ഉപമകളും ശ്രദ്ധിക്കുക. ഒരു ഉപമ ഇതാണ്, അതെല്ലാ വിത്തിനേക്കാൾ ചെറുതാണെന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളെക്കാൾ വലുതായി ആകാശപ്പറവുകളും നല്ല ശിഖരങ്ങളിൽ ചേക്കാറത്തക്ക ഇത് മരമായി തീരുന്നു. കടുകുമണി ഒരു ഉപമ. രണ്ടാമത്തെ ഉപമ ഇതാണ്, 3 അളവ് മാവിന് പുളിക്കുവോളം ഒരു സ്ത്രീ ചേർത്ത് വെച്ച് പുളിമാവിന് സദൃശ്യമാണ് സ്വർഗരാജ്യം. 2 ഉപമകൾ പറഞ്ഞു തീർന്നു. നമ്മളിങ്ങനെ ഹൈക്കു, റൂമി, സെൻ ബുദ്ധ കഥകളൊക്കെ ഉണ്ട്, കവിതകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ സൂക്തങ്ങളൊക്കെ ഉണ്ട്. അതിങ്ങനെ ഒറ്റ വരി അല്ലെങ്കിൽ വളരെ കുറച്ച് വാക്കുകൾ കൊണ്ടൊക്കെ വലിയ സന്ദേശങ്ങൾ കൈമാറുന്ന അർത്ഥഗർഭമായിട്ടുള്ള വരികളായിട്ടൊക്കെയാണ് റൂമി കവിതകളെ കുറിച്ചും സെൻ ബുദ്ധ ഹൈക്കുകളെ കുറിച്ചും ഒക്കെ പറയുന്നത്. പക്ഷെ അതിനെയൊക്കെ വെല്ലുന്ന രീതിയിലുള്ള അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈശോ പറഞ്ഞ് ഈ ഒറ്റവരി ഉപമകൾ എന്ന് പറയപ്പെടുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഈ 2 ഉപമകൾ പറയുമ്പോൾ ഈ ഉപമകൾക്കൊരു പ്രത്യേകതയുള്ളത്, ഏത് വായിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് മെജിസ്റ്റീരിയമാണ്. എന്താണ് മെജിസ്റ്റീരിയം? ദ ടീച്ചിങ് അതോറിറ്റി ഓഫ് ചർച്ച്, സഭയുടെ പ്രബോധനാധികാരം. മെജിസ്റ്റീരിയം സഭ എന്തിനെ കുറിച്ചാണ് ആധികാരികമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? 2 കാര്യങ്ങളെ കുറിച്ചാണ്. ഫെയ്ത്ത് ആൻഡ് സെക്കൻഡ് മോറൽസ്. ഫെയ്ത്ത് ആൻഡ് മോറൽസ്, വിശ്വാസത്തെയും ധാർമ്മികതയെയും കുറിച്ചാണ് സഭ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പാപ്പമാര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ദൈവശാസ്ത്രന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പാരമ്പര്യത്തിന്റെയും വചനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായും അതിനെ വലിയ വേദപണ്ഡിതന്മാരൊക്കെ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഈ 2 ഉപമകൾ പറയുമ്പോൾ അതിൽ ആദ്യത്തെ ഉപമ, അതായത് ഈ കടുകുമണിയുടെ ഉപമ, യഥാർത്ഥത്തില് മോറൽസിനെ കുറിച്ചുള്ളതാണ്. നമ്മൾ ചിന്തിക്കാൻ സാധിക്കും. അതായത് ഒരു കടുകുമണി പോലെ മൊറാലിറ്റി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈശോയോടുള്ള സ്നേഹം എന്ന വളം കൊണ്ട് ഈ കടുകുമണി വളരുകയും ഒരു വലിയ വൃക്ഷമായി നമ്മൾ മാറുകയും ചെയ്യും. അപ്പൊ നമ്മളിലെ ധാർമ്മികത വളർന്നു കഴിയുമ്പോൾ നമ്മുടെ നീതിബോധം വളരും. നമുക്കൊരു നീതിബോധം ഉണ്ടെങ്കിൽ നമ്മളൊരു വലിയ മരമായി മാറും. നമ്മുടെ മരത്തിൽ അനേകം മനുഷ്യർ കിളികളെ പോലെ ചേക്കേറും. അനേകം മനുഷ്യർ അതിൻ്റെ തണലിൽ അഭയം പ്രാപിക്കും. അനേകം മനുഷ്യർക്ക് അത് വീടായി മാറും, അഭയമായി മാറും. അങ്ങനെ അനേകർക്ക് അഭയമായി മാറുന്ന നീതിയുടെ വടവൃക്ഷമായി മാറുവാൻ കടുകുമണി എന്ന് പറയപ്പെടുന്ന ധാർമ്മിക ബോധത്തെ ക്രിസ്തു സ്നേഹത്തിന്റെ വളമിട്ട് വളർത്താൻ നമുക്ക് സാധിക്കുമോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പൊ ഇത് വ്യക്തമാക്കുന്നത് നമ്മളിങ്ങനെ ഒരു മരമായി മാറുന്നു എന്ന് പറയുകയാണ്. എന്താണ് മരത്തിനുള്ള പ്രത്യേകത? ഈ മരം വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ മരത്തിന്റെ വലിപ്പത്തിനാനുപാതികമായ വേര് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടാവണം. സ്വാഭാവികമായിട്ടും ധാർമ്മിക ബോധത്തിന്റെയും നീതിബോധത്തിന്റെയും വേര് ഹൃദയത്തിൽ, ജീവിതത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ
ധാർമ്മികതയിൽ ഒരു വൃക്ഷമായി നിൽക്കും, അല്ലെങ്കിൽ അവൻ മറിഞ്ഞു വീഴും. കാരണം വേരിന് ബലമില്ലെങ്കിൽ മറിഞ്ഞു വീഴും. ഇതാണ് നമുക്ക് ആ കടുകുമണിയുടെ കഥയിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇനി പുളിമാവിലേക്ക് വരിക. 3 അളവ് മാവ്, 3 ഇടങ്ങിഴി മാവ് എന്നാണ് പറയുന്നത്. 3 അളവ് മാവ് പുളിക്കുവോളം അതിൽ ചേർത്ത് വെച്ച് പുളിമാവിന് സദൃശ്യമാണ് സ്വർഗരാജ്യം. പുളിമാവ് ഇതിന്റെ ടേസ്റ്റ് വ്യത്യാസം, ഇതിന്റെ ഫ്ലേവർ വ്യത്യാസപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല ഇതിന്റെ വലിപ്പം വ്യത്യാസപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ പതഞ്ഞു പൊങ്ങി അല്ലെങ്കിൽ അപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഈസ്റ്റ് ചേർത്ത് വെക്കുമ്പോഴത്തേക്ക് അതിന്റെ ഷേപ്പ് മാറി അതിങ്ങനെ പൊങ്ങി വരുന്നു. അപ്പൊ ഇതിന്റെ ഷേപ്പ് മാറുന്നുണ്ട്, ഫ്ലേവർ മാറുന്നുണ്ട്, ടേസ്റ്റ് മാറുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ മാറാൻ പോകുന്ന രീതിയിൽ 3 അളവിലും ചേർക്കേണ്ട, 3 അളവ് മാവിലും ചേർക്കേണ്ട പുളിമാവ് എന്താണ്? വിശ്വാസം. വിശ്വാസമാവുന്ന പുളിമാവ് നമ്മുടെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും, പൂർണ്ണ ശക്തി എന്ന് പറയുമ്പോൾ പൂർണ്ണ ശരീരമാണ്. ശരീരം, മനസ്സ്, ആത്മാവ്, ഈ 3 തലങ്ങളിലും, ശരീരത്തിൽ വേണം, മനസ്സിന് വേണം, ആത്മാവിലും വേണം. ഈ 3 തലങ്ങളെയും ദൈവസ്നേഹത്തിന്റെ സ്നേഹ ചൈതന്യം കൊണ്ട് പുളിപ്പിക്കാൻ പറ്റുന്ന രീതിയിലെ വിശ്വാസത്തിന്റെ പുളിപ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുകയാണ്, പ്രാർത്ഥന കൊണ്ട് ചേർത്ത് വെക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അത് എല്ലാ തലങ്ങളിലും പുളിമാമായി പ്രതിഫലിക്കും, അത് മറ്റുള്ളവർക്ക് കിട്ടും എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഇത് വളരെ വ്യക്തമായിട്ടും ഈശോ ഈ 2 വചനഭാഗം, 2 ഒറ്റവരി ഉപമകൾ നമ്മളെ ഓർപ്പിക്കുന്നത് മോറൽസിനെയും ഫെയ്ത്തിനെയും കുറിച്ചാണ് അടിസ്ഥാനപരമായി. പിന്നെ ഓർക്കണം, മത്തായി സുവിശേഷമൊക്കെ എഴുതി പോകുമ്പോൾ അതിങ്ങനെ ഒരു എലൈറ്റ് ഗ്രൂപ്പിനൊക്കെ വേണ്ടിയാണ്, യഹൂദരിലെ തന്നെ ക്രൈസ്തവ മതം സ്വീകരിച്ചവർക്ക് വേണ്ടിയാണ്. അതിന്റെ പശ്ചാത്തലമൊക്കെ എപ്പോഴും നമ്മൾ പരാവർത്തി ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ മത്തായി ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ വ്യത്യസ്തം. മത്തായി ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ് ദ കിങ്ഡം ഓഫ് ഹെവൻ എന്നാണ് ഉപയോഗിക്കുന്നത്, സ്വർഗരാജ്യം എന്നാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ മത്തായിയുടെ 13-ാം അധ്യായത്തിൽ കാണുന്ന ഇതേ ഭാഗം മർക്കൂസിന്റെ 4-ാം അധ്യായത്തിൽ, ലൂക്കായുടെ 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിനെ കിങ്ഡം ഓഫ് ഹെവൻ എന്നല്ല എഴുതിയ, കിങ്ഡം ഓഫ് ഗോഡ് എന്ന് എഴുതിയിരിക്കുന്നത്, ദൈവരാജ്യം. അതായത് ഈ ഭൂമിയിൽ സ്ഥാപിതമാകേണ്ട ദൈവരാജ്യത്തിന്റെ നേച്ചർ, അതിന്റെ പ്രകൃതം എങ്ങനെ ആയിരിക്കണം എന്നാണ് ഓർപ്പിക്കുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ടത്. ജീവിതത്തിൽ നമ്മൾ കടുകുമണിയാകുന്ന ധാർമ്മികത വിത്തായി ഉള്ളിൽ സ്വീകരിച്ച് ദൈവസ്നേഹത്തിന്റെ വളമിട്ട് വടവൃക്ഷമാക്കി, നീതിബോധത്തിന്റെ വടവൃക്ഷമാക്കി വളർത്തിയെടുത്താൽ അനേകർക്ക് അത് താങ്ങും തള്ളനുമായി മാറും. 2, വിശ്വാസത്തിന്റെ പുളിപ്പ് ശരീരത്തിലും ആത്മാവിലും മനസ്സിലും എന്ന് പറയപ്പെടുന്ന 3 ഇടങ്ങഴി മാവിലേക്ക് ചേർത്ത് വെച്ചാൽ അത് ഫ്ലേവർ മാറ്റും. നിന്റെ സ്വഭാവത്തിന്റെയും നിന്റെ രീതിയുടെയും നിന്റെ രുചി മാറും, നിന്റെ ഫ്ലേവർ മാറും. നീ നിന്റെ പഴയ കണക്കായിരിക്കില്ല. അതാണ് വിശ്വാസം നിന്നിൽ പ്രവർത്തിക്കാൻ പോകുന്ന വഴി. അപ്പോൾ ഈ കടുകുമണിയാകുന്ന ധാർമ്മികതയും വിശ്വാസമാവുന്ന പുളിമാവും ജീവിതത്തിൽ നമ്മളെ പുതിയ മനുഷ്യനാക്കി മാറ്റാൻ വേണ്ടിയുള്ളതാണെന്ന് ഈശോ വ്യക്തമാക്കി തരികയാണ്. നമുക്ക് പുതിയ മനുഷ്യനായി മാറാൻ, ക്രിസ്തുവിൽ പുതിയ മനുഷ്യനായി മാറുവാൻ, ഒരു വടവൃക്ഷമായി മാറുവാൻ വേണ്ടി ധാർമ്മികതയുടെ കടുകുമണിയും എല്ലാവരിലേക്കും സ്നേഹത്തിന്റെ, ദൈവവിശ്വാസത്തിന്റെ, ദൈവാരാധനയുടെ ഫ്ലേവർ ആൻഡ് ടേസ്റ്റ് പകർന്നു നൽകുന്ന വിശ്വാസത്തിന്റെ പുളിമാവ് നെഞ്ചോട് ചേർത്ത് പിടിച്ചവരായി ജീവിക്കാനുള്ള കൃപയ്ക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ അനുഗ്രഹിക്കട്ടെ.